നമ്മൾ എറണാകുളം സെൻറ് മേരീസ് കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ മുൻപിലാണ് നിൽക്കുന്നത്. ഏകദേശം 1.5 വർഷങ്ങൾക്ക് ശേഷം, അതായത് 486 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ദേവാലയം ഇന്നലെ കോടതി വിധി പ്രകാരം വീണ്ടും തുറന്നിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നിരവധി വിശ്വാസികളാണ് ഇവിടെ പ്രാർത്ഥനയ്ക്കും മറ്റുമായി ദേവാലയങ്ങളിൽ എത്തിച്ചേരുന്നത്. 2022 ഡിസംബർ 23, 24 തീയതികളിലായിരുന്നു വിശ്വാസികൾ തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് ദേവാലയം അടച്ചുപൂട്ടിയത്. അതിനുശേഷം ഇന്നലെയാണ് കോടതി വിധിപ്രകാരം ദേവാലയം വീണ്ടും തുറന്നു പ്രവർത്തിക്കുന്നത്. വിശുദ്ധവാരത്തിലെ പെസഹ വ്യാഴാഴ്ചത്തെ തിരുക്കർമ്മങ്ങൾ രാവിലെ 6 മണിക്ക് ആരംഭിക്കുന്ന യൂണിറ്റ് അടിസ്ഥാനത്തിലുള്ള ആരാധനയോടുകൂടി ആരംഭിച്ച് വൈകുന്നേരം 7 മണിക്കത്തെ പൊതു ആരാധനയോടുകൂടി സമാപിക്കും. തുടർന്ന് അപ്പം മുറിക്കൽ ശുശ്രൂഷയും ഉണ്ടായിരിക്കും. ദുഃഖവെള്ളിയാഴ്ച രാവിലെ പതിവ് പോലെ തിരുക്കർമ്മങ്ങൾക്കു ശേഷം വൈകുന്നേരം 4 മണിക്ക് ആരംഭിക്കുന്ന നഗരി കാണിക്കലും, തുടർന്ന് 7 മണിക്ക് നഗരം ചുറ്റിയുള്ള കുരിശിൻ്റെ വഴിയും, തുടർന്ന് കബറടക്ക ശുശ്രൂഷയും നടത്തപ്പെടും. ദുഃഖശനിയാഴ്ച മാമോദിസ ജലനവീകരണവും തുടർന്നുള്ള തിരുക്കർമ്മങ്ങളും നടത്തപ്പെടും. ഈ വിശുദ്ധവാരത്തിൽ വിശുദ്ധ കുർബാന ഒഴിച്ചുള്ള ബാക്കി എല്ലാ തിരുക്കർമ്മങ്ങളും അതാതു രീതിയിൽ നടത്തപ്പെടുമെന്നാണ് അറിയാൻ സാധിച്ചത്. ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. ഇനി ബാക്കി കുർബാന കാര്യങ്ങളൊക്കെ ഇവർ ആലോചിച്ചെന്താണെന്ന് വെച്ച് തീരുമാനിക്കട്ടെ. ഞാൻ മെയിനായിട്ട് വന്നിരുന്നത് എനിക്ക് തനിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ആവശ്യത്തിലേക്കാണ് ഞാൻ വന്നിരുന്നത്. അപ്പോൾ അടഞ്ഞു കിടന്നുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ സന്തോഷമുണ്ട്, കുറേ നേരം വന്ന് തനിച്ചിരിക്കാം. പിന്നെ ഉദാശകളുടെ കാര്യങ്ങളും കുർബാനയുടെ കാര്യങ്ങളൊക്കെ അവർ തീരുമാനിക്കട്ടെ. ഇത് ഇനിയും അടച്ചിടാത്ത രീതിയിൽ എല്ലാ പരിപാടികളും എല്ലാ കർമ്മങ്ങളും ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി വിശ്വാസത്തോടു കൂടി നടന്നു പോകട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയുണ്ട്. അത് ഇനി അടച്ചിടരുത്. കാരണം ഇത്രയും വലിയ സിറ്റിയിൽ ഇത്രയും വലിയ ബസിലിക്ക ലോകമെമ്പാടുള്ള മലയാളികൾ അറിഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ് അതൊക്കെ. കാരണം കേരളത്തിൽ ഇവിടെ മാത്രമുള്ള ഇങ്ങനെ ഒരു സംഭവം, ബാക്കി എല്ലായിടത്തും അടച്ചിടുന്ന ഒരു പരിപാടിയില്ല. അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് പോകണം, തുറന്നുകൊണ്ട് തന്നെ പോകണം. ഒരു വഴക്കും വെക്കാനില്ലാണ്ട് സഹോദര സ്നേഹത്തോടു കൂടി പോകണം. കാരണം നമ്മളൊക്കെ കുറച്ചാളല്ലേ ജീവിക്കുള്ളൂ. ഇതെല്ലാം കൊണ്ടുപോകണില്ല, മാറ്റങ്ങൾ വരും. പക്ഷെ അത് വഴക്കും വെക്കാനുള്ള മാറ്റങ്ങളായിരിക്കില്ല, സ്നേഹത്തോടു കൂടി മാറ്റങ്ങൾ വരണം. എന്നാലും ഭാവി തലമുറയ്ക്ക് അതൊക്കെ അനുകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ശരി, എന്താ നല്ല കാര്യം പറയാൻ പറ്റിയത്? വളരെ നല്ല കാര്യമാണ് പള്ളി തുറന്നത്. കാരണം അനേകം വിശ്വാസികളുടെ വലിയ ഒരു ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ ഒരു ഇതാണ്.